ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് അംഗീകരിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല രൂപത്തിലും പല കോലത്തിലും പല അവസ്ഥയിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്ക് ചിലപ്പോഴൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവാം, വലിയ വലിയ ഉന്നതികൾ ഉണ്ടാവാം, നേട്ടങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം, ദുഃഖങ്ങൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവാം. ഇതിങ്ങനെ മാറി മറിഞ്ഞ് ഓരോ അവസ്ഥയിലൂടെയും ഓരോ ജീവിത ശൈലികളിലൂടെയും മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ഇഹലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്, പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അതെല്ലാം പലപ്പോഴായി തരണം ചെയ്തുകൊണ്ട് അതിനുള്ള കൃത്യമായ സൊല്യൂഷനുകൾ നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അവസ്ഥ അവൻ്റെ ജീവിതത്തിലേക്ക് സംജാതമായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട, അതല്ലെങ്കിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എത്ര പ്രയാസമുണ്ടായാലും എത്ര കഷ്ടപ്പാടുണ്ടായാലും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീണാലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈമാനിനെ മാറ്റിവെച്ചുകൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഇബാദത്തുകൾ ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇല്ല, ഉണ്ടാവാനും പാടില്ല. എന്തിനാണ് നമ്മൾ ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച്, ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ച്, ഈ പറയുന്ന പ്രതിസന്ധികൾ മുഴുവനും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഓരോ വിശ്വാസിയുടെയും മറുപടി അവൻ്റെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടത് ഒറ്റൊന്നാണ്: എനിക്ക് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമായ സ്വർഗീയാനുഭവങ്ങൾ അനുഭവിക്കണം എന്നത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഈ ഒരു സമയത്ത് ഒരുപാട് തിരക്കുകളുള്ളവരാണ് നമ്മൾ. കച്ചവടങ്ങളായിക്കൊണ്ടും കുടുംബപരമായും പല തിരക്കുകളിലുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഈ ഇരിക്കുന്നവരിൽ കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്, പല രൂപത്തിലുള്ള ബിസിനസ്സുകളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്, യാത്രക്കാർ പലരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു സദസ്സിൽ വന്നിരുന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവന് ഇബാദത്തെടുക്കുവാൻ വന്നിരുന്നു. എന്തിനാണ്? സ്വർഗം കിട്ടാൻ.
പരലോകത്ത് ഉന്നതമായ വിജയം നമുക്ക് ലഭിക്കാൻ, ആ പരലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്ന മറുപടിയാണ്. നമുക്കറിയാം, സ്വർഗം അത് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്തതിനുമപ്പുറമാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് AI ക്രിയേഷനുള്ള വീഡിയോകൾ. നമ്മൾ രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാൽ മതി, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പല കോഡിങ്ങുകളും ചെയ്താൽ നമ്മൾ പരസ്പരം അടികൂടുന്ന രൂപത്തിലേക്ക് ആ വീഡിയോ ആക്കി മാറ്റാൻ പറ്റുന്ന സമ്പ്രദായം. ഒരാണും പെണ്ണും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താൽ മതി, ആ ഫോട്ടോ എടുക്കുന്നത് അശ്ലീലമാക്കി മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ കാണാണ്, പലതും കാണാണ്. ശരിക്കും നമ്മൾ ഇതെല്ലാം സത്യമാണെന്ന് തോന്നും, പക്ഷെ ഒന്നും സത്യമാവില്ല. അതാണ് AI ക്രിയേഷനുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്ര വളർന്നാലും, ലോകത്തിൻ്റെ ഏത് ഉന്നതിയിലേക്ക് മനുഷ്യൻ കയറി ചെന്നാലും, എത്ര വലിയ വിശേഷണങ്ങൾ എന്തിനൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാലും, മനുഷ്യൻ്റെ ബുദ്ധിക്കോ കഴിവിനോ എത്തിപ്പെടാൻ കഴിയാത്ത ഒന്നാണ് സ്വർഗം എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദദതു ലിഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ഒരു മനുഷ്യനും അവൻ്റെ കാതുകൾ ഉപയോഗിച്ച് ആ സ്വർഗത്തിൻ്റെ മനോഹാരിത കേൾക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു മനുഷ്യനും അവൻ്റെ കൽബിനകത്ത് ഒന്ന് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്ത അത്രമേൽ വിശേഷണത്തിനപ്പുറമാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സ്വർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു പറയാണ്, വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കുക, നിങ്ങൾ വേഗത കൂട്ടുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാന്റെ പാപമോചനം നേടുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടല്ല പാപമോചനം നേടേണ്ടത്. ഒരു ഉംറയും ഹജ്ജും കഴിയട്ടെ, എന്നിട്ട് അള്ളാനോട് പാപമോചനം തേടാം. ഇന്നത്തെ ദിവസം കൂടി കഴിയട്ടെ, ഇന്ന് രാത്രി പാപമോചനം തേടാം. അങ്ങനെ ഒരു ചിന്തയില്ല. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം, ധൃതിപ്പെട്ട് വരണം. എന്നിട്ട് അല്ലാഹു പറയാണ്, വജന്നത്തിൻ, അള്ളാന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്ക്. അള്ളാഹുവിൻ്റെ സ്വർഗം അർളുഹാ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായി കിടക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്ക്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അതുണ്ടാക്കി വെച്ചത് തഖ്വയുള്ളവർക്കാണ്. ആ തഖ്വയിലെത്തുവാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഫൈദാ സഅൽതുഹുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് സ്വർഗ്ഗത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്അലുഹുൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾ ചോദിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ അല്ലാഹുവോട് സ്വർഗ്ഗം തരണേ എന്ന് പറയുന്നവരല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുക, നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസാണ് എനിക്ക് നൽകേണ്ടത് എന്ന് പറയണം. കാരണം എന്താ? ഫഇന്നഹു ഔസതുൽ ജന്നതി വഅഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒത്ത നടുവിൽ, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ഫൗഖഹു അർശുർ റഹ്മാൻ, ആ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർശാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മുഴുവൻ അരുവികളും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്
അതിനുവേണ്ട അമലുകളോടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതും നമ്മൾ ജീവിക്കേണ്ടതും. അതിന് കുറച്ച് പ്രയാസങ്ങൾ ഒരു പക്ഷെ അനുഭവിക്കേണ്ടി വരാം. അതിനുവേണ്ടിയാണ് നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത്, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നത്, സ്വതക്ക നൽകുന്നത്, സക്കാത്ത് നൽകുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, കുടുംബബന്ധം പുലർത്തുന്നത്. എല്ലാം എന്തിനാ? സ്വർഗം ലഭിക്കണം. എന്നാൽ ഇങ്ങനെയൊക്കെ അധ്വാനിച്ച്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് അമലുകൾ ചെയ്ത് നമ്മൾ മരണപ്പെട്ട് പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കും. അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്വർഗം കിട്ടണമെന്ന വലിയ ആഗ്രഹത്തോടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുക. അങ്ങേയറ്റത്തെ കൊതിയോടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ആ പരലോകത്ത് വെച്ച് സ്വർഗം നഷ്ടപ്പെടുന്ന, അവിടെ പരാജിതനായി പോകുന്ന ചില ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ആ വസ്തു ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവർ. പരലോകത്ത് നിൽക്കുകയാണ്, സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുകയാണ് എന്ന് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലും പറയാണ്, അവിടെ ചില ആളുകളുണ്ട്, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്ക് സ്വർഗം ലഭിക്കൂല, അവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പരലോകത്ത് നഷ്ടം സംഭവിക്കുമെന്ന് ഖുർആൻ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അസ്ർ നമുക്കറിയാം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ദുനിയാവിലും പരലോകത്തും നഷ്ടം സംഭവിച്ച മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഈമാനില്ല, അവരുടെ ജീവിതത്തിൽ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യണില്ല, അവർക്ക് ക്ഷമയില്ല, അവർ നന്മ പറഞ്ഞു കൊടുക്കുന്നില്ല. അത്തരം ആളുകൾക്ക് ദുനിയാവിൽ വമ്പിച്ച, ദുനിയാവിലും പരലോകത്തും നഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയാൻ സൂറത്തുൽ കഹ്ഫിൽ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. റസൂലേ, താങ്കൾ ചോദിക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അമൽ ചെയ്യാത്തവരല്ല, ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സിബൂന വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ അമലുകൾ അവർ ചെയ്യുമ്പോൾ അവരുടെ വിചാരം, ഞങ്ങൾ ഈ ചെയ്യുന്ന അമലുകൾ മുഴുവനും നല്ലതാണ് എന്ന രൂപത്തിൽ ചെയ്യാണ്. പക്ഷേ അതൊന്നും നാളെ പരലോകത്ത് അവർക്ക് ഉപകാരപ്പെടുന്നില്ല. കാരണം എന്താ? ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം. അവർ തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവരാണ്. വലിഖാഇഹി, അള്ളാഹനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ചവരാണ്. വഹബിതത് അഅമാലുഹും, അവരുടെ അമലുകൾ മുഴുവനും ബാത്തിലാണ്, അതൊന്നും അവർക്ക് ലഭിക്കൂല. അവർ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ചിന്തയില്ലാതെ, അതിനെ നിഷേധിച്ച് അതിനെ മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്നവരാണ്. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അതിനൊരു വിലയും കൊടുക്കാതെ ജീവിക്കുന്നവരാണവർ. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസിന. അവർ ചെയ്ത ഒരു അമലും നാളെ പരലോകത്ത് തൂക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. വീണ്ടും ഖുർആൻ പറയാണ്, ഖുൽ ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടക്കാർ, അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. അവർ സ്വന്തത്തിന് തന്നെ നഷ്ടം സംഭവിച്ച് നാളെ പരലോകത്ത് നിൽക്കുന്നവരാണ്. സ്വന്തത്തിന് മാത്രമല്ല, അവരുടെ ആളുകൾക്കും അവർ നഷ്ടം വരുത്തി വെച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒന്നാലോചിക്കും. അപ്പോൾ നാളെ പരലോകത്ത് നഷ്ടം സംഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയാൻ. ഫഇൻ അസാബഹു ഖൈറൻ ഇത്മഅന്ന ബിഹി. അത്തരം ആളുകൾക്ക്, ചില ആളുകൾക്ക് ജീവിതത്തിൽ ഖൈർ വന്നാൽ, നല്ലത് വന്നാൽ അവൻ അതിൽ തൃപ്തനാണ്, അവനപ്പോൾ റബ്ബിനെ ഓർക്കുന്നവനാണ്, അവൻ അതിൽ സംതൃപ്തനാണ്. വഇൻ അസാബതുഹു ഫിത്ന, ഇനി അവന് വല്ല ജീവിതത്തിൽ ഫിത്നയും വന്നാൽ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ്റെ മുഖം അവൻ തിരിച്ചു കളയുമെന്നാണ്.
അവൻ്റെ റബ്ബിനെ അവൻ മറക്കുമെന്നാണ്. ഖസിറത് ദുനിയാ വൽ ആഖിറ, അവനെ സംബന്ധിച്ച് ദുനിയാവിലും പരലോകത്തും നഷ്ടം സംഭവിച്ചവനാണ് അവൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആയത്തുകൾ മുഴുവനും ഉദ്ദേശിക്കുന്നത് പരലോകത്ത് നഷ്ടം സംഭവിക്കുന്നൊരു വിഭാഗമുണ്ട്. എന്താണ് നഷ്ടം? സ്വർഗം നിഷിദ്ധമാവുക, സ്വർഗം നഷ്ടപ്പെടുക, പകരം നരകം ലഭിക്കുക എന്നതാണ് അവൻ്റെ മേലുണ്ടാകുന്ന നഷ്ടമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തരികയാണ്, പരലോകത്തെത്തിയിട്ട് സ്വർഗം ലഭിക്കാത്ത ചില വിഭാഗമുണ്ട്. കഴിഞ്ഞ ചില ഖുതുബകളിലായിക്കൊണ്ട് നരകം നിഷിദ്ധമായ അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കാത്ത ചില ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്വർഗം നിഷിദ്ധമായ ചില ആളുകളാണ്. ആ ഒരു വിഭാഗത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും പെടാൻ പാടില്ല. ആരൊക്കെയാണ് സ്വർഗം നിഷിദ്ധമായ വിഭാഗം? അതിലൊന്നാമത്തെ വിഭാഗം നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ച വിഭാഗം തന്നെയാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞില്ലേ, യാ ബനി ഇസ്രായീൽ അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, അല്ലയോ ഇസ്രായേൽ സമുദായമേ, ബനു ഇസ്രായേലരെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കുക. ആരാണ് അല്ലാഹ്? റബ്ബി വറബ്ബക്കും, നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവായ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഇനി തീർച്ചയായും ആരെങ്കിലും ശിർക്ക് പ്രവർത്തിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്, സ്വർഗം അവന് ഹറാമാണ്. വമഅവാഹുന്നാർ, സ്വർഗം ഹറാമാണെന്ന് മാത്രമല്ല അവൻ്റെ നിത്യസങ്കേതം നരകമായിരിക്കുമെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുക നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ശിർക്ക് ഉണ്ടാവണ്ട. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ശിർക്കിൻ്റെ ഏതെങ്കിലും കണിക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ മിമ്പറിൽ നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല രൂപത്തിലുള്ള ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പലപ്പോഴായി നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതൊന്നും ജീവിതത്തിലില്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തുക. അഥവാ ശിർക്കിൻ്റെ ഏതെങ്കിലും കണികയായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ നല്ലോണം കാത്തു സൂക്ഷിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. ആ കഠിനമായ സന്ദർഭങ്ങളിൽ മുഴുവനും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കൈവിടാതെ ഉറച്ചു നിൽക്കാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോഴേക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും ചില മന്ത്രവാദികളുടെ ചികിത്സിക്കുന്ന അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നവരായി മാറേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. ഏതെങ്കിലും പൂജാരിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക്, സമാധാനത്തിന് എന്തെങ്കിലും ഒരു കോട്ടം വരുമ്പോഴേക്ക് ഏതെങ്കിലും ചില ഇടങ്ങളിലേക്ക് കയറി ഓടിച്ചെന്ന് അവിടെ പോയി സുജൂദ് ചെയ്യേണ്ടവരല്ല മുസ്ലിങ്ങൾ. അവൻ മടങ്ങേണ്ടത് അവൻ്റെ റബ്ബിലേക്കാണ്, അവൻ ചോദിക്കേണ്ടത് അവൻ്റെ റബ്ബിനോടാണ്. ആ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈമാൻ കൈവിടരുത് പ്രിയപ്പെട്ടവരെ. എന്തു വന്നാലും ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴായി അള്ളാഹുവിൽ നിന്നും തിരിഞ്ഞു പോവാം. വല്ലാതെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പണി, ഇന്ന് നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും 2-3 വർഷത്തെ ആത്മഹത്യയുടെ കണക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മളെ കേരളത്തിൽ മാത്രം 10,000-ലേറെ ആത്മഹത്യയൊക്കെയാണ് ഒരു വർഷം നടക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കി, നമ്മൾ 10,000-ലേറെ ആത്മഹത്യകൾ ഓരോ വർഷങ്ങളിൽ പലപ്പോഴായി 10,000-ൻ്റെ അടുത്തും 10,000-ൻ്റെ പുറത്തുമെല്ലാം ആത്മഹത്യകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ലോകത്തെ എമ്പാടും എടുത്തു നോക്കിയാൽ 7-8 ലക്ഷം ആത്മഹത്യകൾ ഒരു വർഷം നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും.
എന്താണ്? അവന് ഈമാനിൻ്റെ കുറവാണ്. മുസ്ലിങ്ങൾക്ക് ഈമാൻ കുറയുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നും തിരിഞ്ഞു കളയാനും ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മുസ്ലിങ്ങൾ കടന്നു പോകാനും ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ആ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വേണ്ട. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? കാന ഫീ മൻ കാന ഖബ്ലകും റജുലൻ ബിഹി ജുർഹൻ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനൊരു അസുഖം വന്നു, ഒരു മുറി വന്നു. ഫജസിഅ, അവനാ മുറിയുണ്ടായപ്പോൾ വല്ലാതെ പ്രയാസം വന്നു. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. നമുക്കൊരു നഷ്ടം വന്നു എന്ന് വിചാരിച്ചോളി. കച്ചവടത്തിൽ ലോസ് വന്നു, വലിയ ലോസ്. നമുക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേർക്ക് കടം വന്നു, ബാധ്യതകൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നു. എന്നിട്ടോ റസൂലുള്ളാഹി പറയാണ്, ഫഅഖദ സിക്കീനൻ ഫഹസ്സ ബിഹാ യദഹു. അവന് ഒരു കത്തിയെടുത്ത് അവനെ കൈമുറിച്ചു. അവന് സഹിക്ക വയ്യാതെ വന്നപ്പോൾ, അവന് വിഷമം വന്നപ്പോൾ ഫഅഖദ സിക്കീനൻ ഫഹസ്സ ബിഹാ യദഹു ഫമാ റഖഅ അദ്ദമു ഹത്താ മാത. എന്നിട്ട് അവൻ മരിക്കുന്നത് വരെ അവൻ്റെ കയ്യിൽ നിന്നും രക്തം ഒലിച്ചുപോയി. അങ്ങനെ അവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തു. സങ്കടം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഡിപ്രഷൻ വരുമ്പോഴേക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, മുസ്ലിമീങ്ങൾക്ക് ഡിപ്രഷൻ വരില്ല. ഈമാൻ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനൊരു ഡിപ്രഷനും വരില്ല, അവനൊരു സങ്കടവും വരില്ല. കാരണം അവൻ്റെ കൂടെ എപ്പോഴും അവൻ്റെ റബ്ബുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവനുണ്ടാവും. അതുണ്ടായവരായിരുന്നു സ്വഹാബികളും പ്രവാചകന്മാരും, നമുക്കറിയാം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഖാല അല്ലാഹു തആല, അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞ് അല്ലാഹ് പറയും, ബാദറനി അബ്ദി ബിനഫ്സിഹി, എൻ്റെ അടിമ അവൻ്റെ റൂഹിനെ അവൻ തന്നെ നേരത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം നഫ്സിനെ ഇതാ കൊന്നിരിക്കുന്നു. ഹറമത് അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധാണ് എന്ന്. ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞാണ്, അവന് സ്വർഗം നിഷിദ്ധാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അല്ലാഹ് തന്ന നഫ്സിനെ അല്ലാഹ്ക്ക് എടുക്കാൻ അവകാശമുള്ളൂ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ആത്മഹത്യകൾ കടന്നു വരും? നമ്മൾ പറഞ്ഞല്ലോ, ഈമാനിൻ്റെ കുറവാണ് അവിടെയെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത്തരം ചിന്തകളെ നമുക്ക് വേണ്ട. നമ്മളത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുടുംബത്തോട്, നാട്ടിലുള്ള ആളുകളോട്, സമൂഹത്തോടെല്ലാം. ഈ ആത്മഹത്യ ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാഭമല്ല, ഒരു നേട്ടവും അതുകൊണ്ട് ലഭിക്കില്ല. പക്ഷേ അവന് സ്വർഗം ലഭിക്കില്ല, അവന് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിയണം. ഇനി മൂന്നാമത്തെ വിഭാഗം ആരാ? സ്വർഗം നിഷിദ്ധമായവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ വാലിൻ, ഒരു ഭരണാധികാരി, ഏതൊരു ഭരണാധികാരിയാണുള്ളത്, യലി റഅയ്യത മിൻ മുസ്ലിമീൻ, അവൻ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നമ്മളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കിലാണ്, പല രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. ഭരണാധികാരികളായിക്കൊണ്ടും പല നേതൃത്വത്തിലേക്ക് കടന്നു വന്നും സംഘടനാ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടെല്ലാം പല ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എന്നിട്ടോ ഫയമൂതു ഫഹുവ ഗാശുൽ ലഹും, ആ ഭരണാധികാരി ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അവരെ വഞ്ചിച്ചുകൊണ്ടാണ് മരണപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി പറയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനും സ്വർഗ്ഗം നിഷിദ്ധാണ്. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗക്കാരാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭരണാധികാരികൾ. ആ ഭരണത്തിൽ നിൽക്കെ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ അത്തരം ആളുകൾക്കും ഈ പറയുന്ന രൂപത്തിൽ സ്വർഗം നിഷിദ്ധമാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല ഉത്തരവാദിത്തങ്ങളിലും ഇരിക്കുന്നവരാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തെ കൃത്യമായി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലേ? കടം അത് പല രൂപത്തിൽ നമ്മൾ വാങ്ങുന്നവരാണ്. ആ കടം കയറി പ്രയാസം അനുഭവിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്.
എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിലൊക്കെ ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ കടമുണ്ടാവും, ചെറുതും വലുതുമായ കടമുണ്ടാവും. ചിലപ്പോൾ വലിയ ലക്ഷങ്ങളും 10,000ങ്ങളും കടം വന്ന് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും സമാധാനമാണ്. എന്താ റസൂലുള്ള പറഞ്ഞേ? ലൗ കാന അലൈക മിസ്ലു ജബലി സീരിൻ ദൈനൻ അദ്ദാഹുല്ലാഹു അൻക. നിങ്ങൾക്കൊരു പർവ്വതത്തിൻ്റെ അത്രയും കടമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും കുൽ, നിങ്ങൾ പറയണം. റസൂലുള്ള നമുക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, ഒരു പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചു തരണം. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കടം റബ്ബ് വീട്ടും. എന്ന് പറഞ്ഞാൽ റബ്ബ് വീട്ടും എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനല്ല, അല്ല അതിനുള്ള സംവിധാനങ്ങൾ അല്ല തയ്യാറാക്കി തരും. ഏതാണ് ആ ദുആ? റസൂലുള്ള പറയുന്നത്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, ഹറാമിൽ നിന്നും ഹലാലിനെ തൃപ്തിപ്പെടുന്നവനായി, ഹലാലിനെ പൂർത്തിയാക്കുന്നവനായി റബ്ബേ നീ എന്നെ മാറ്റണമേ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഒരാളുടെയും ആശ്രയമില്ലാതെ നിന്റെ പൂർണ്ണമായ ആശ്രയത്താൽ, നിന്നിലുള്ള ആശ്രയത്താൽ റബ്ബേ നീ എന്നെ ധന്യനാക്കി തീർക്കണമേ. ഇതൊരു ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക മിൻ അൻ ഹറാമിക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ദുആ ആരാണോ ദിവസവും ചൊല്ലുന്നത്, ആരാണോ അവൻ്റെ ജീവിതത്തിൽ ഈ ദുആ നിത്യമായി ചൊല്ലുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടങ്ങൾ റബ്ബ് വീട്ടിക്കൊടുക്കും. അതൊരു പർവ്വതത്തോളം അവൻ്റെ കുന്നുകൂടിയ കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഈ ദുആ നമ്മൾ ജീവിതത്തിൽ ഇന്നു മുതൽ പ്രാവർത്തികമാക്കിയാൽ കടമില്ലാതെ നമുക്ക് രക്ഷപ്പെടാം. ഇനി ഒരാൾ കടം കൊണ്ട് മരണപ്പെട്ടാലുള്ള അവസ്ഥ എന്ന് നമുക്കറിയാം. അവൻ ഖബറിൽ ആ കടം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വീട്ടുന്നത് വരെ അവന് ഖബറിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങാൻ ഒരു പക്ഷെ നമ്മൾ ഉഷാറാണ്, തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അലസരാണ്, അശ്രദ്ധരാണ്. അത് പിന്നീട് അവസാനം വലിയ വലിയ കടങ്ങളിലേക്ക് എത്തിക്കൊണ്ടാണ് പിന്നെ ആത്മഹത്യയിലേക്ക് നമ്മൾ തുനിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ആത്മഹത്യ ചെയ്താൽ നമുക്ക് നരകമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 4ാമത്തെ വിഭാഗം, സ്വർഗം നിഷിദ്ധമാണെന്ന് റസൂൽ എണ്ണിയ 4ാമത്തെ വിഭാഗമാരാണെന്നറിയോ? നമ്മുടെ സഹോദരൻ്റെ ഒരു മുട്ടുസൂചി പോലും. ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മളിൽ പല ആളുകളും അശ്രദ്ധമായി അല്ലെങ്കിൽ അത് ഗൗരവമില്ലാതെ വിട്ടുകളയുന്നൊരു വിഷയം, അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗമാണ്. നമ്മുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ അന്യൻ്റെ ഒരു മുട്ടുസൂചി പോലും അനാവശ്യമായി നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല, നമ്മൾ അതിനെ അധീനപ്പെടുത്തി വെക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനി ഖതഅ ഹഖ്ഖ ഇംരിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബല്ലാഹു ലഹുൻ നാറ വഹറമ അലൈഹിൽ ജന്ന. ഏതൊരു മനുഷ്യനാണോ ഒരു മുസ്ലിമിൻ്റെ ഹക്കിനെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഹക്കിനെ, അല്ലേ, നമുക്കിടയിലൊക്കെ വീടിൻ്റെ സ്ഥലം അളക്കുമ്പോൾ ഒരു 1 ഇഞ്ച് നമ്മൾ ഏറെടുത്തിട്ടുണ്ടാവുള്ളൂ. അതൊന്നും ഇപ്പോൾ ഇത്ര വലിയ വിഷയമല്ല, അതൊന്നും ഇപ്പോൾ ആരും അറിയാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ നമ്മുടെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളിതിലേക്ക് ഒരു ചെറിയ ലാഭമേ നമ്മൾ പറ്റിച്ചെടുത്തിട്ടുള്ളൂ, ചെറിയ രൂപത്തിൽ നമ്മൾ നമ്മളെ സഹോദരനെ പറ്റിച്ചിട്ടുള്ളൂ, അവനെ വഞ്ചിച്ച് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ റസൂലുള്ള പറയാണ്, ഔജബല്ലാഹു ലഹുന്നാർ, അവന് നരകം നിർബന്ധമാണ്, വഹറമ അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. എന്നാലോചിച്ച് നോക്കി ഇതിൻ്റെ ഗൗരവത്ര. ഒരു മുട്ടുസൂചി. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, ഫഖാല ലഹു റജുൽ, അവിടെ വെച്ചൊരു മനുഷ്യൻ ചോദിക്കുകയാണ്, വൈൻ കാന ശൈഅൻ യസീറ, അല്ലാണ്ട് റസൂലേ അതൊരു ചെറിയ സാധനമാണെങ്കിലോ, ഒരു ചെറുതാണ് എടുത്തതെങ്കിലും ഈ പറയുന്ന സ്വർഗം നിഷിദ്ധാവുകയും നരകം നിർബന്ധമാവുകയും ചെയ്യോ?
റസൂലുള്ളാഹി പറയാണ്, വൈൻ ഖളീബൻ മിൻ അറാഖ്, നീ അറാഖിൻ്റെ ഒരു തണ്ടെടുത്താൽ മതി. നമ്മൾ ആലോചിക്കണതിൻ്റെ ഗൗരവം. അറാഖ് കൊള്ളി, ആ അറാഖിൻ്റെ ഒരു കഷ്ണം നീ എടുത്താൽ മതി, നിനക്ക് നരകം സ്വർഗം നിഷിദ്ധായി മാറുന്നതാണ്. നമ്മൾ എന്തൊക്കെ എടുക്കുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ? അതത്ര വിഷയമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരന് അവകാശപ്പെട്ട് എന്തൊക്കെ എടുക്കുന്നുണ്ടാവും അവനറിയാതെ. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. സ്വർഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഷയമാണിത്. അതുകൊണ്ട് ആ വിഷയം ഗൗരവത്തിലെടുക്കുക. ഒരു തെന്റ് സ്ഥലമോ ഒരു മുട്ടുസൂചിയുടെ കഷ്ണം പോലും നമ്മളെടുക്കൽ അനാവശ്യമായി മറ്റൊരുത്തേണ്ടതില്ല എന്നുറപ്പ് വരുത്താൻ തയ്യാറാവണം. അങ്ങനെ എടുത്തിക്കണമെങ്കിൽ അവൻ്റെ അടുക്ക പോയി അതിന് വഴീനെ പറയാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ ഇന്ന് തയ്യാറാവണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാനിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണത്തുമേ നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്നത് സ്വർഗമാണ്. അത് നമ്മളെ കാത്തിരക്ഷിക്കുമാണ്. അടുത്ത അഞ്ചാമതായി കൊണ്ട് റസൂലുള്ളാഹി പറയാണ്, എന്ന റസൂലുള്ളാഹി പറഞ്ഞേ, മിൻ അറുബ റിബ അൽ ഇസ്തിതാലതു ഫീ ഇർളി മുസ്ലിമിൻ ബിഗൈരി ഹഖ്ഖിൻ. നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്താം, അവൻ്റെ ബന്ധത്തിന് കോട്ടം വരുത്താം. വൈന ഹാദിഹി റഹിമ ശിജ്നതുൻ മിർ റഹ്മാൻ. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ കാരുണ്യമാണ്, അത് അള്ള ചേർക്കുന്നതാണ്. ഫമൻ ഖതഅഹാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആ ബന്ധത്താരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. നമുക്ക് നിങ്ങൾ എത്ര ഗൗരവമാണ് ഈ വിഷയം. ബന്ധം മുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും ഒരുപക്ഷെ ഈ ഇരിക്കുന്നവരിൽ, എനിക്കറിയില്ല, ഈ ഇരിക്കുന്നവരിൽ പലരുമായി ബന്ധം വിച്ഛേദിച്ചവരുണ്ടാവും. ഒരു കാരണവശാലും ഞാൻ മിണ്ടൂല എന്ന തീരുമാനമെടുത്തവരുണ്ടാവും. മരിച്ച മയ്യത്ത് പോലും കാണിക്കരുത് എന്ന് പറഞ്ഞു വെച്ചവരുണ്ടാവും. എന്തിൻ്റെ പേരിലോ ആവട്ടെ, ചെറുതോ വലുതോ ആയ എത്ര വലിയ പ്രശ്നത്തിൻ്റെ പേരിലോ ആവട്ടെ, അങ്ങനെ ആരെങ്കിലും അവർ ആരോടെങ്കിലും ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്വർഗം എന്ന മഹനീയമായ സുന്ദരമായ ആ ഒരു അനുഭൂതി അത് ലഭിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമുണ്ട്. കുറച്ച് അധ്വാനിക്കണം നമ്മൾ, കുറച്ച് കഷ്ടപ്പെടണം നമ്മൾ, കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം നമ്മൾ. അതിന് തയ്യാറായെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ഒന്നുമില്ലാത്ത സുന്ദരമായ സുഖാനുഭൂതികളായ ആഡംബരത്തിൻ്റെ അവസാന വാക്കായ സ്വർഗീയ പൂങ്കാവനം നമുക്ക് ലഭിക്കുള്ളൂ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് വലിയൊരു വിജയം മുന്നിൽ കണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാടുകളിലെല്ലാം എലക്ഷനും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളും അതിൻ്റെ ഓട്ടത്തിലാണ് പലരും. ഒരുപക്ഷെ നമ്മളിലും പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരായിരിക്കാം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് പിന്നീട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനൊക്കെ വേണ്ടിയാണ്. അതൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഓട്ടത്തിലാണ്, അധ്വാനത്തിലാണ്. അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്, പണം ചെലവഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി പലതും നമ്മൾ ചെയ്ത് അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, ഓടുകയാണ്, പലതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഇന്നാലിന്ന പാർട്ടി വിജയിക്കണം, അവർ മുന്നോട്ട് വരണം, എൻ്റെ പാർട്ടി വിജയിക്കണം എന്നൊക്കെ ചിന്തയോടെയാണ്.
എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമുക്കുണ്ടാവേണ്ട വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അത് സ്വർഗമെന്ന ലക്ഷ്യം. ആ സ്വർഗമെന്ന ലക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ, അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ അധ്വാനങ്ങൾ, അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. ആ സ്വർഗമെന്ന് പറയുന്ന മഹനീയമായ എത്ര വിശേഷിപ്പിച്ചാലും തീരില്ല സ്വർഗത്തെക്കുറിച്ച്. അവിടേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് നമ്മൾ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാം. അതിനുവേണ്ടി നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അതിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മറാത്ത്. ഇത് കേട്ടോളി, ശരിക്കും കേട്ടോളി. ആരാണോ 3 പ്രാവശ്യം സ്വർഗം റബ്ബിനോട് ചോദിക്കുന്നത്, ഖാലത്തിൽ ജന്നത്തു, ആ സമയത്ത് സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. 3 പ്രാവശ്യം ഏതൊരുത്തനാണോ റബ്ബേ സ്വർഗം തരണേ, ആ സ്വർഗം തന്നെ ഏത് ചോദിക്കണം എന്ന് റസൂൽ പറഞ്ഞേ, ജന്നാത്തുൽ ഫിർദൗസ്. ആരാണോ ചോദിക്കുന്നത്, ആത്മാർത്ഥമായി ചോദിക്കുന്നത്, ആ സമയത്ത് സ്വർഗം റബ്ബിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ സ്വർഗത്ത് പ്രവേശിപ്പിക്കണമേ. നോക്കൂ നിങ്ങൾ, വീണ്ടും റസൂലുള്ള പറയാണ്, വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മറാത്ത്. ഇനി ആരാണോ 3 പ്രാവശ്യം നരകത്ത് നകറ്റേണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത്, ഖാലത്തിന്നാറു, ആ സമയത്ത് നരകം റബ്ബിനോട് പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അല്ലാഹുവേ ഈ മനുഷ്യനെ നരകത്ത് നകറ്റേണമേ. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനോട് സ്വർഗത്തിന് വേണ്ടി ചോദിക്കാം, നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കാം. എങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗം പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി നരകം പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ സ്വർഗത്തിൻ്റെ ആളുകളായി മാറാൻ അഹ്ലുൽ ജന്ന. ആരാണ് അഹ്ലുൽ ജന്ന? ഖുർആൻ പറഞ്ഞില്ലേ, ഉലൈകല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഈമാനുള്ള ആളുകളാണ്. ഉലൈക ഹുമുൽ ജന്ന, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ആ സ്വർഗത്തിൻ്റെ ആളുകളായി മാറുവാനായിരിക്കണം നമ്മുടെ ജീവിതം. അതിൽ നിന്നും നഷ്ടപ്പെടുന്ന, സ്വർഗം ഹറാമായി പോകുന്ന ഏതാനും ചില വിഭാഗങ്ങളെയാണ്, ചില സ്വഭാവങ്ങളെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിലൊന്നും പെടാതിരിക്കാനും റബ്ബിനോട് പ്രാർത്ഥിക്കുക. ശരിക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.